ഒന്നും കാട്ടൂല ഈച്ച. ഇത് ഒരിക്കലും ഇങ്ങനെ മലർത്തി വെക്കാൻ പാടില്ല. ഇതാണ് കൂടിൻ്റെ ഹണി ചേമ്പർ. അസ്സലാമു അലൈക്കും. അപ്പോൾ പ്രകൃതിയുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് ഹണി നമ്മളിതാ ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയ കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് തൊപ്പി. ഈച്ച പുതിയ കർഷകർ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർക്ക് തൊപ്പിയിട്ടാൽ ഈച്ചകൾ നമ്മളെ മുഖത്ത് കുത്തില്ല. പലർക്കും മുഖത്ത് കുത്തുന്നതാണ് പേടി. പിന്നീട് നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യം വരുന്ന സാധനമാണ് സ്മോക്കർ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് സെപ്റ്റംബർ മാസമാണ്. നമുക്ക് തേനീച്ചകൾക്ക് തീറ്റ കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ ജൂൺ മുതൽ, മഴക്കാലം തുടങ്ങിയത് ജൂൺ മുതൽ ഡിസംബർ വരെ നമുക്ക് തേനീച്ചകൾക്ക് തീറ്റ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പലരുടെയും സംശയം, ഈച്ചകൾക്ക് തീറ്റ കൊടുക്കണ്ടോ? എന്തിനാണ് ഈച്ചകൾക്ക് തീറ്റ കൊടുക്കുന്നത്? അതല്ലേ തേനായി വരുന്നത് എന്നാണ് പലരുടെയും സംശയം. തേനീച്ചകൾക്ക് തീറ്റ കൊടുക്കുന്നത് തേൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. പ്രധാനമായും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈച്ചകൾക്ക് തീറ്റ കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് ഈച്ചകൾ കൂട് വിട്ട് പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അവർക്ക് മഴക്കാലത്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ തേനീച്ചകൾ ഒരു ദേശാടനം നടത്തുന്ന ജീവികളാണ്. അവർ പ്രകൃതിയിൽ പല പൊത്തുകളും ഉണ്ടാവും. ഒരു പ്രാവശ്യം ഒരു മരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചു കാലം അവിടെ നിന്നിട്ട് വീണ്ടും ആ കൂട് ഉപേക്ഷിച്ച് പോകും. അപ്പോൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈച്ചകൾ മഴക്കാലത്ത് നമുക്ക് കൂടുകൾ പിടിച്ചു നിർത്താൻ നിർബന്ധം. രണ്ടാമതായിട്ട് കൂടിൻ്റെ വളർച്ചയാണ്. നമ്മൾ തീറ്റ കൊടുത്താലേ കൂട് വളരുള്ളൂ, അല്ലെങ്കിൽ ശ്വസിച്ച് അവർ കൂട് വിട്ട് പോകും. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഈച്ചകളെ പിരിച്ച് എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കൂട് തുറക്കാൻ പോവാണ് തീറ്റ കൊടുക്കാൻ. നമ്മൾ കൂടിൻ്റെ ബാക്ക് ഭാഗത്ത് ഇരുന്ന് വേണം കൂട് തുറക്കാൻ. കൂടിൻ്റെ മുന്നിൽ ഈച്ചകൾ കാവൽക്കാരുണ്ടാവും. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവരെ നമ്മൾ ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട്, ഈച്ചകൾ. അപ്പോൾ നമ്മൾ പതുക്കെ കൂടിൻ്റെ ബാക്കിലിരുന്ന് കൂട് തുറക്കുകയാണ്. ഇതൊരിക്കലും ഇങ്ങനെ മലർത്തി വെക്കാൻ പാടില്ല. ഈച്ചകൾ കുത്താനും സാധ്യതയുണ്ട്. ഇതെങ്ങനെ കമഴ്ത്തിയിട്ട് നമ്മൾ ഒരു ഷീറ്റിൻ്റെ മേലേക്ക് വെക്കുക. തീറ്റ പലരും പല രീതിയിലാണ് കൊടുക്കൽ. ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പാത്രത്തിലാണ് കൊടുക്കാറുള്ളത്. പലരും റബ്ബറിൻ്റെ ചിരട്ട, റബ്ബറിൻ്റെ പാട്ട വെച്ചിട്ട് കൊടുക്കാറുണ്ട്. പലരും പല രീതിയിലാണ് കൊടുത്തത്. ഏറ്റവും നല്ലത് ചിരട്ടയാണ്. നമ്മൾ കൂട് എടുത്തിട്ട് കൂടിൻ്റെ അടിപ്പലക വൃത്തിയാക്കണം. ഇതിൻ്റെ അടിപ്പലകയിൽ പൂമ്പൊടി, അവിടെ കൂട്ടിലെ വേസ്റ്റുകൾ എല്ലാം ഇതിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ ഇതിൽ മെഴുകുപുഴു മുട്ടയിട്ടിട്ടുണ്ടാവും. അത് മെഴുകുപുഴുവിനൊക്കെ തുടച്ച് കളയണം. നമ്മളൊന്ന് ഊതിയിട്ട് വിട്ടാലും മതി. ഈ അടിപ്പലക ഇവിടെ വെച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ കൂട് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് വെക്കണം. ഈ ലായനി നമ്മൾ 1 കിലോ പഞ്ചസാരയ്ക്ക് 1 കിലോ വെള്ളം എന്ന കണക്കിലാണ് കൊടുക്കാറുള്ളത്. നമ്മൾ കൂട്ടിലെ ആദ്യമായിട്ട് തീറ്റ കൊടുക്കുമ്പോൾ ഈച്ചകൾക്ക് ഈ തീറ്റ കണ്ടെത്താൻ പ്രയാസമാവും. ഈച്ചകൾ ദൂരെയുള്ള മരത്തിൻ്റെ തീറ്റകൾ തേടി പോകുമെങ്കിലും ഇതിൽ ഒഴിച്ചത് ചിലപ്പോൾ ഈച്ചകൾ കാണില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തീറ്റ കൊടുക്കുന്നത് ജൂണിൽ മഴ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് തീറ്റ കൊടുക്കുമ്പോൾ ഈ തീറ്റ ഇങ്ങനെ എടുത്തിട്ട് കൂടിലിങ്ങനെ ഉറ്റിച്ച് കൊടുക്കുക. ഫസ്റ്റ് ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കണം ചെറുതായിട്ട്.
ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവർ തീറ്റ വന്ന് പെട്ടെന്ന് കുടിച്ച് തീർക്കും, കൂട് പെട്ടെന്ന് വളരും ചെയ്യും. പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ പിന്നെ ഈ പാത്രം, നമ്മുടെ പാത്രം ഏതാണെങ്കിലും, ഇനി റബ്ബറിൻ്റെ ചിരട്ടയാണെങ്കിലും ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും നമ്മളെ ഉരപ്പേപ്പർ കൊണ്ടൊന്ന് വരുതി റഫായിരിക്കണം നമ്മളെ കൂട്. അല്ലെങ്കിൽ ഇവർ കാല് വഴുതി തീറ്റയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. കാലിന് ഗ്രിപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ഇതൊക്കെ വരുതി ഗ്രിപ്പാക്കിയതാണ്. ഈച്ച തീറ്റയിൽ മുങ്ങി ചാവും ചില ഈച്ചകൾ. അപ്പോൾ പലതും നമുക്ക് ഉപയോഗിക്കാം. ചിലർ ചൂടിക്കയർ ഉപയോഗിക്കും, ചിലർ മരക്കമ്പുകൾ ഇടും. ഞാൻ ഇപ്പോൾ ഇതിൽ ഇടുന്നത് ഒരു ഉണങ്ങിയ റബ്ബറിൻ്റെ ഇലയാണ്. പിന്നെ പഴയതുപോലെ നമ്മൾ കൂട് കെട്ടി വെക്കുക. നമ്മളെ മഴക്കാലത്ത് കൂടുകൾ മുഴുവനായിട്ട് കെട്ടിവെക്കണം. ഒരു തുള്ളി വെള്ളം പോലും കൂട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല. വേനൽക്കാലം ആകുമ്പോൾ അതിൻ്റെ ആവശ്യവുമില്ല. വേനൽക്കാലം ആകുമ്പോൾ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. കാരണം വേനൽക്കാലം ആകുമ്പോൾ ഇപ്പോൾ കൂടിലേക്ക് ചൂട് വേണം, മുട്ട വിരിയാനുള്ള ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയാണ്. പിന്നെ തണുപ്പ് കാലാവസ്ഥ ആകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ മൂടി കൊടുക്കണം. ഒന്നും കാട്ടൂല അയച്ച ഇതാണ് റാണി. ഇതാണ് കൂടിൻ്റെ ബ്രൂഡ് ചേമ്പർ. ഇതിനാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. ഇത് നമ്മൾ തേനെടുക്കാറില്ല. ഇതിൽ എത്ര തീറ്റ കൊടുത്താലും അത് തേനായിട്ട് വരികയില്ല. ഇതാണ് കൂടിൻ്റെ ഹണി ചേമ്പർ. അപ്പോൾ കുറച്ച് പേടിയോടെ ആണെങ്കിലും ഞങ്ങളൊക്കെ അതിനെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹണിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ലപോലെ മോയ്സ്ചർ ആക്കാൻ ഇത് സഹായിക്കും. വൂണ്ട് ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ആക്നെ ട്രീറ്റ്മെൻറ്റിനും ഇത് നല്ല സഹായകമാവും. നമുക്കൊരു ലിബാമായിട്ടും നമുക്ക് നമ്മുടെ ഹണിയെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹണി വേണ്ട ആൾക്കാർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആവണേ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.